ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂൻ ഓഫ് ത്രെഡ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ എന്തെങ്കിലും തെറ്റിദ്ധരുത്താനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള ഡൗട്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത വർക്ക്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ ടെർഷറി കളറാണ്. അതായത് നമ്മൾ പ്രൈമറി കളറും സെക്കൻഡറി കളറും പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സെക്കൻഡറി കളറായിരുന്നു. അപ്പോൾ പ്രൈമറി കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൈമറിൻ്റെ 2 കളർ ഒരേ അനുപാതത്തിൽ യൂസ് ചെയ്തിട്ട് സെക്കൻഡറി കളറ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രൈമറി കളറ് ഒരേ അനുപാതത്തിലല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുപാതത്തിൽ മീൻസ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ടെർഷറി കളർ ഉണ്ടാക്കാം, മീൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്രൈമറി കളറിൽ സെക്കൻഡറി കളർ ഉണ്ടാക്കുന്ന സമയത്ത് 50% ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടെർഷറി കളർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ടെർഷറി കളർ നമുക്ക് കിട്ടാനായിട്ട് 25%ഉം 75%ഉം ആ ഒരു അനുപാതത്തിലാണ് നമ്മൾ കളേഴ്സ് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 3 കളേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ 6 കളേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സെക്കൻഡറി കളർ ഓറഞ്ചും അതുപോലെ തന്നെ ഗ്രീനും വയലറ്റും ആയിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റെഡ് ഓറഞ്ച്, യെല്ലോ ഗ്രീന്, ബ്ലൂ ഗ്രീന്, അതുപോലെ തന്നെ ബ്ലൂ വയലറ്റ്, റെഡ് വയലറ്റ്, അങ്ങനെ 6 ഷെയ്ഡ്സാണ്, 6 കളേഴ്സാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, ഏതൊക്കെ കളറാണ്, എത്ര മിക്സ് ചെയ്യണം, എത്ര പെർസെൻറ്റേജ് മിക്സ് ചെയ്യണം, ഓരോ കളേഴ്സും കിട്ടാനായിട്ട് ഏതൊക്കെ കളർ മിക്സ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി മോട്ടിഫിൽ പിക്ചറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്കായി ഞാൻ വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ അടുത്ത ക്ലാസ് നാളെ മറ്റന്നാളായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഒരു വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് ചെറിയൊരു ഷോർട്ടായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് വരെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയതായിട്ട് ജോയിൻ ചെയ്തവരാണെങ്കിൽ, പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ആദ്യം മുതലേ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മുതൽ നിങ്ങൾ വിചാരിക്കും 76 ക്ലാസ്സായി, അപ്പോൾ അതുവരെ എത്താൻ ബുദ്ധിമുട്ടുണ്ട്, അതായത് മീൻസ് നമ്മളുടെ ഒപ്പം എത്തില്ല എന്നുള്ളവർ മീൻസ് അങ്ങനെ ചിന്തിക്കും. പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ അതൊക്കെ നിങ്ങളുടെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ക്ലാസ്സുകൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു കളേഴ്സ് എത്ര പെർസെൻറ്റേജ് ഏതൊക്കെ കളേഴ്സാണ് എടുക്കേണ്ടതെന്നുള്ളത് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല, ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഞാൻ നോട്ടിൽ എഴുതി തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ച ശേഷം ക്ലാസ് കംപ്ലീറ്റ് ആയി, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എഴുതി വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഓണാക്കി വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ടെർഷറി കളേഴ്സിൽ ആദ്യം നമ്മൾ മീൻസ് ചെയ്യാനായിട്ട് പോകുന്ന കളർ എന്ന് പറയുന്നത് റെഡ് ഓറഞ്ച് ആണ്. അപ്പോൾ റെഡ് ഓറഞ്ചിൽ ഏതൊക്കെ കളേഴ്സ് എത്ര പെർസെൻറ്റേജ് മിക്സ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് റെഡ് ഓറഞ്ച് ആണ്. അപ്പോൾ റെഡ് ഓറഞ്ചിൽ നമ്മൾ റെഡ് 75%ഉം അതുപോലെ തന്നെ യെല്ലോ 25%ഉം ആണ് എടുക്കേണ്ടത്. അതായത് റെഡ് ഓറഞ്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് റെഡ് 75%ഉം യെല്ലോ 25%ഉം ആണ് എടുക്കേണ്ടത്. നമ്മൾ ഓറഞ്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുത്തത് റെഡ് 50%ഉം യെല്ലോ 50%ഉം ആയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓറഞ്ച് ക്രിയേറ്റ് ചെയ്തിരുന്നു. അടുത്തത് നമ്മൾ യെല്ലോ ഓറഞ്ചാണ് ചെയ്യാൻ പോകുന്നത്, നേരെ ഓപ്പോസിറ്റ്. അതായത് റെഡ് ഓറഞ്ചിന് നേരെ ഓപ്പോസിറ്റ് യെല്ലോ ഓറഞ്ച്. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് എടുക്കുക. 75% യെല്ലോയും റെഡ് 25%ഉം. ഓപ്പോസിറ്റാണ് റെഡ് ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ ഓറഞ്ച്. അപ്പോൾ 75% യെല്ലോയും 25% റെഡും. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് കളർ എടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഒരേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് യെല്ലോ ഗ്രീനാണ്. യെല്ലോ ഗ്രീന് കിട്ടാനായിട്ട് 75% യെല്ലോയും 25% ബ്ലൂവും.
അപ്പോൾ 75% യെല്ലോയും 25% ബ്ലൂ ആണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. യെല്ലോ ഗ്രീന് കിട്ടാനായിട്ട് 75% യെല്ലോയും 25% ബ്ലൂ ആണ് എടുക്കേണ്ടത്. ഇനി അടുത്ത നാലാമത്തെ നമുക്ക് കിട്ടേണ്ട ഒരു കളറാണ്, നമ്മുടെ പ്രൈമറി കളർ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കളറാണ് ബ്ലൂ ഗ്രീൻ. ഓക്കെ, നമ്മളിപ്പോൾ യെല്ലോ ഗ്രീനാണ് എടുത്തത്. യെല്ലോ ഗ്രീന് 75% യെല്ലോ ആയിരുന്നു. നമ്മൾ അതിനെ നേരെ തിരിച്ചെഴുതുക. 75% ബ്ലൂവും 25% യെല്ലോയും. ബ്ലൂ ഗ്രീനിന് 75% ബ്ലൂവും 25% യെല്ലോയും. അപ്പോൾ ജസ്റ്റ് ആ ഒരു കളർ കോഡ് മനസ്സിലാക്കി വെച്ചാൽ മതി. റെഡ് ഓറഞ്ച്, യെല്ലോ ഗ്രീൻ, ബ്ലൂ ഗ്രീൻ. അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മൾ ഗ്രീന് കിട്ടാനായിട്ട് ബ്ലൂവും യെല്ലോയും 50-50% ആയിരുന്നു നമ്മൾ സെക്കൻഡറി കളറിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത കളറ്, അഞ്ചാമത്തെ കളർ എന്ന് പറയുന്നത് ബ്ലൂ വയലറ്റ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ബ്ലൂ വയലറ്റ് കിട്ടാനായിട്ട് 75% ബ്ലൂവും 25% റെഡും. അപ്പോൾ വയലറ്റ് നമ്മൾ ബ്ലൂവും റെഡും 50-50% ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്ലൂ വയലറ്റിന് 75% ബ്ലൂവും ആൻഡ് 25% റെഡ്. ആറാമത്തെ കളർ റെഡ് വയലറ്റ് ആണ്. 75% റെഡും ആൻഡ് 25% ബ്ലൂവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് വെച്ചാൽ മതി. റെഡ് ഓറഞ്ച്, യെല്ലോ ഗ്രീൻ, ബ്ലൂ വയലറ്റ്, റെഡ് വയലറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് പെർസെൻറ്റേജ് എടുക്കുക, അത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ എന്തായാലും. അപ്പോൾ നമുക്കിനി അതെങ്ങനെയാണ് മിക്സ് ചെയ്യണത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ റെഡ് ഓറഞ്ച്, യെല്ലോ ഓറഞ്ച് നമ്മൾ പെയിൻറ്റ് എടുക്കുന്ന സമയത്ത്, അതായത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പെയിൻറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കളർ എടുത്തു, ആ ഒരു കളറ് എവിടെയൊക്കെ എത്രയൊക്കെ വേണം അത് കറക്റ്റായിട്ട് നിങ്ങൾ എടുത്തു വയ്ക്കുക. അതായത് ഇപ്പോൾ ഒരു തവണ നമ്മൾ റെഡ് ഓറഞ്ചിന് റെഡ് എടുത്തു, അതുപോലെ ഓറഞ്ച് എടുത്തു, ബ്രഷ് കഴുകി ഓറഞ്ച് എടുത്തു, വീണ്ടും ബ്രഷ് കഴുകി നമ്മൾ യെല്ലോ ഓറഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ബ്രഷ് കഴുകി യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട. നിങ്ങൾ ആദ്യം റെഡ് ഓറഞ്ചിന് ഇപ്പോൾ റെഡ് എടുക്കുന്നു, റെഡ് നിങ്ങൾ 75% എടുത്തു. അപ്പോൾ അടുത്ത് നമുക്ക് മേക്ക് ചെയ്യാനുള്ളത് യെല്ലോ ഓറഞ്ച് ഉണ്ട്. ഓക്കെ, യെല്ലോ ഓറഞ്ചിന് നമുക്ക് 25% റെഡ് ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ യെല്ലോ ഓറഞ്ച് എവിടെയാണോ മിക്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ ആ റെഡ് 25% എടുത്ത് വയ്ക്കുക. ഇനി റെഡ് എവിടെയാണ് നമുക്ക് വരുന്നത്? ബ്ലൂ വയലറ്റിലും റെഡ് വയലറ്റിലും. അപ്പോൾ ആ ഒരു രണ്ട് പാലറ്റിലെ ആ ഒരു രണ്ട് ഇതിലും റെഡ് ആഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ബ്രഷ് കഴുകി യൂസ് ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ 4 ഭാഗത്തും റെഡിൻ്റെ അളവ് എത്രയാണോ ആ ഒരളവ് നിങ്ങളവിടെ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം റെഡ് എടുത്താൽ മതി, ഒരു തവണ റെഡ് ബ്രഷിലാക്കിയാൽ മതി. അതുപോലെ തന്നെയാണ് എല്ലാ കളേഴ്സും. ഇപ്പോൾ യെല്ലോ ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും, ഇപ്പോൾ നമുക്ക് യെല്ലോ 4 കളർ മിക്സിങ്ങിന് വേണം. അതുപോലെ തന്നെ ബ്ലൂ ആണെങ്കിലും 4 കളർ മിക്സിന് വേണം, റെഡ് ആണെങ്കിലും 4 കളർ മിക്സിന് വേണം. അപ്പോൾ അത് കറക്റ്റായിട്ട് എടുത്ത് വെക്കാം. നമ്മൾ ആദ്യം 75% എടുത്തു, അടുത്ത 25% എടുത്തു. ഇനി നമുക്ക് ബ്ലൂ വയലറ്റിന് 75% വേണം. അതുപോലെ തന്നെ റെഡ് വയലറ്റിന് ബ്ലൂ വയലറ്റിന് 25%ഉം റെഡ് വയലറ്റിന് 75% വേണം കേട്ടോ. അപ്പോൾ അതിനുള്ള ആ ഒരു ഇതിലും നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ഞാനിങ്ങനെ എടുത്ത് വെക്കുന്നത് ഡൗട്ട് വരരുത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് റെഡ് ഓറഞ്ചിനുള്ള 75% എടുത്തു റെഡ്, സെക്കൻഡ് യെല്ലോ ഓറഞ്ചിനുള്ള 25% റെഡ് എടുത്തു. ഇനി നമുക്ക് ബ്ലൂ വയലറ്റിനുള്ള 25% റെഡ് പാലറ്റിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് റെഡ് വയലറ്റിനുള്ള 75%ഉം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റെഡ് ഏതിലേക്കാണോ വേണ്ടത് അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ ഒരു തവണ നിങ്ങൾ ബ്രഷ് റെഡിലോട്ട് റെഡ് എടുക്കാൻ ഒരു തവണ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓരോ കളേഴ്സിനും വീണ്ടും കഴുകി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇനി ബ്രഷ് നല്ലപോലെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം അടുത്ത കളർ വേണ്ടത് യെല്ലോ ആണ്. അതായത് റെഡ് ഓറഞ്ചിന് വേണ്ട 25% യെല്ലോ ഓറഞ്ചിന് വേണ്ട 75% യെല്ലോ, അതുപോലെ തന്നെ ബ്ലൂ വയലറ്റിനല്ല യെല്ലോ ഗ്രീനിന് വേണ്ട 75%ഉം ബ്ലൂ ഗ്രീനിന് വേണ്ട 25%ഉം. ഇത്രയും യെല്ലോ കളർ നമ്മൾ ഫുള്ളായിട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം
അടുത്ത കളർ എടുക്കുക, ബ്ലൂ എടുക്കുക. അപ്പോൾ ഓരോ കളറും ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. നമുക്കൊന്ന് അതൊന്ന് പെട്ടെന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ ഓരോ കളറും നമ്മൾ 75%, 25% ആ ഒരു രീതിയിൽ നമ്മൾ കാണിച്ചു തന്ന പോലെ എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു ആ ഒരു മിക്സിങ് വീഡിയോയിൽ ചെറിയൊരു സൂമിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിങ് ചെയ്തത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ അത് സ്കിപ്പ് ചെയ്യാതെ വിട്ടത്, അല്ലെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയും. ഞാൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ഇന്ന് പെട്ടെന്ന് എടുത്തതാണ് വീഡിയോ. മോനിന്ന് ഫുള്ള് സീനായിരുന്നു. അപ്പോൾ അവനെയും വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കേണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് എടുത്തതാണ്. അവൻ ഫുള്ള് അതൊക്കെ വലിച്ചിടാനായിട്ട് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം എടുത്തതാണ്. അപ്പോൾ അത് മിക്സ് ചെയ്യുന്നത് മാത്രം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റെഡ് ഓറഞ്ച്, യെല്ലോ ഓറഞ്ച്, യെല്ലോ ഗ്രീന്, ബ്ലൂ ഗ്രീന്, അതുപോലെ തന്നെ ബ്ലൂ വയലറ്റ്, റെഡ് വയലറ്റ്. അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്ക് നമ്മൾ പ്രൈമറി കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. 6 കളേഴ്സ് നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ജസ്റ്റ് നിങ്ങളൊന്ന് നമ്മൾ റെഡ് വയലറ്റ് വരെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ്. അപ്പോൾ ഞാനത് ഈ വീഡിയോ ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അതായത് വീഡിയോ സൂമിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് വീഡിയോ മാറ്റുന്നുണ്ട്. ഇത്രയും കളേഴ്സ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ സെക്കൻഡറി കളറിൽ മിക്സ് ചെയ്ത പോലെ തന്നെ 50-50% അല്ല, 75%, 25% ആ ഒരു അനുപാതത്തിലാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കളറ് മിക്സ് ചെയ്യേണ്ട കാര്യം എടുക്കേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ആ കളറ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. മോൻ അടുത്ത് തന്നെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കുറുമ്പ് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം എടുത്തതാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയാൻ. അവൻ ഫുള്ള് ഉറങ്ങുമെന്ന് വിചാരിച്ചു. ആൾ നേരത്തെ വേഗം എണിച്ചു. അങ്ങനെ കാര്യമായിട്ട് ഉറങ്ങിയില്ല. ഉറങ്ങുന്ന സമയത്താണ് വേഗം ഞാൻ വീഡിയോ ക്ലാസ് എടുക്കാനായിട്ട് ഇരുന്നത്. നോക്കുമ്പോൾ ആൾ നേരത്തെ എണിച്ചു. പിന്നെ എന്നെ ഫുള്ള് കുറുമ്പ് കാണിച്ചുകൊണ്ടേയിരുന്നു, അടുത്തിരുന്ന് കുറുമ്പ് കാണിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ എന്തായാലും ഇന്ന് ക്ലാസ് ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് അവൻ അടുത്തിരുന്ന് കളിച്ചോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ അവനെ അടുത്തിരുത്തിയിട്ട് അങ്ങനെ എടുത്തതാണ് ക്ലാസ്. പക്ഷെ അവന് എൻ്റെ പെയിൻറ്റും ബ്രഷും ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഫുള്ള് വാശിയായിരുന്നു. അപ്പോൾ മിക്സ് ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എനിക്ക് ആ വീഡിയോ കാണിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മീൻസ് കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് അത് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ 75%, 25% ആ ഒരു രീതിയിലെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു തിക്നെസ്സോട് കൂടി തന്നെ ഔട്ട്ലൈൻ കൊടുക്കുക. ഔട്ട്ലൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്ത് ഔട്ട്ലൈൻ കൊടുക്കുക. ശേഷം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ അതിൻ്റെ ഉള്ളിൽ വേറെ കളർ കൊടുക്കാം, സെയിം കളർ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാനിതിൽ ഫസ്റ്റത്തെ വലിയ ഫ്ലവറിന് കൊടുത്തിരിക്കുന്നത് റെഡ് വയലറ്റ് ആണ്. അതിൻ്റെ മുന്നുള്ളതിൽ റെഡ് ഓറഞ്ച്, ഇപ്പോൾ യെല്ലോ ഓറഞ്ച്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു തണ്ടിൽ ഗ്രീന്, അതായത് ബ്ലൂ ഗ്രീനും യെല്ലോ ഗ്രീനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നത് ഓറഞ്ചിൽ വയലറ്റ് കളറ്, അതുപോലെ നിങ്ങൾക്ക് ഏത് കളറ് ഇപ്പോൾ 6 കളർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 6 കളറിൽ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്തിട്ട്, പക്ഷേ എല്ലാ കളറും യൂസ് ചെയ്ത് ചെയ്യണം. വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ കളറും യൂസ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ആ ഒരു നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞതും ആ ഒരു തിക്നെസ്സോട് കൂടി തന്നെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുക. ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം നമ്മൾ സെക്കൻഡറി കളറിൽ ചെയ്തതും പ്രൈമറി കളറിൽ ചെയ്തതുപോലെ തന്നെ മീഡിയം യൂസ് ചെയ്ത് ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം ഫില്ലിങ് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് തീർത്തിട്ട് വരാം കേട്ടോ. ഔട്ട്ലൈൻ കൊടുക്കാൻ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് തീർത്തിട്ട് വരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഈ എല്ലാ കളേഴ്സും യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പം ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ വരച്ച ഡിസൈനിൻ്റെ മുകളിലൂടെ തന്നെ നമ്മളിപ്പോൾ യെല്ലോ കാർബൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോട്ടീഫിലോട്ട് നമ്മൾ ഡിസൈൻ വരച്ചിരിക്കുന്നത്. ആദ്യം ഒരു പേപ്പറിൽ ഡിസൈൻ വരച്ചു, പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഡിസൈനായിരുന്നു. അത് പേപ്പറിലോട്ട് വരച്ചതിന് ശേഷം പേപ്പർ അതുപോലെ തന്നെ യെല്ലോ കാർബൺ യൂസ് ചെയ്തിട്ട് മോട്ടീഫിലോട്ട് നമ്മൾ ഡിസൈൻ പകർത്തി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഡയറക്റ്റായി പെൻസിലോ പെന്നോ യൂസ് ചെയ്ത് മോട്ടീഫിലോട്ട് ഒരിക്കലും പിക്ചർ വരയ്ക്കരുത്. പിന്നെ വരച്ച പിക്ചറിൽ ആ ഒരു ഔട്ട്ലൈനിലൂടെ തന്നെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വരച്ചത് വേറെ പെയിൻറ്റിങ് വേറെ ആയിട്ട് നിൽക്കും.
അതുപോലെ തന്നെ ബ്രഷ് നല്ലപോലെ വാഷ് ചെയ്ത്, അതായത് ഒരു കളർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ബ്രഷ് നല്ലപോലെ വാഷ് ചെയ്ത് ആ ഒരു ബ്രഷ് നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷം പെയിൻറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പ്രെഡാവും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. ഞാൻ ധൃതിയിൽ ചെയ്തതുകൊണ്ട് ഒരു സൈഡ് സ്പ്രെഡായി വന്നിട്ടുണ്ട്. കാരണം എൻ്റെ മോൻ അടുത്തിരുന്ന് ഫുള്ള് കുറുമ്പ്, ഇന്ന് ഫുൾ അലമ്പായിരുന്നു എൻ്റെ അടുത്ത്. അതുകൊണ്ട് ഞാൻ വേഗം ചെയ്ത് അവസാന ടൈമിൽ വേഗം ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ബ്രഷ് ഞാൻ സംഭവം വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് യൂസ് ചെയ്തു. ഡ്രൈ ആക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. വേഗം തുടച്ചിട്ട് വേഗം വരച്ചതാണ്, മീൻസ് പെയിൻറ്റ് ചെയ്തതാണ്. അത് സൈഡ് സ്പ്രെഡായി വന്നു. അപ്പോൾ നമുക്ക് ഇതും കൂടെ, ഈ ഔട്ട്ലൈൻ വരയ്ക്കുന്നതും കൂടെ പെട്ടെന്ന് ചെയ്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളുടെ ഫാബ്രിക് പെയിൻറ്റിങ് നമ്മളുടെ കഴിഞ്ഞു. ഇനി നമ്മളുടെ നെക്സ്റ്റ് ഗ്ലാസ് പെയിൻറ്റിങ് ആണ്. അപ്പോൾ ഗ്ലാസ് പെയിൻറ്റിങ്ങിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. OHP ഷീറ്റ്, അതുപോലെ തന്നെ ഗ്ലാസ് പെയിൻറ്റ്, ഗ്ലാസ് ലൈനർ, അതുപോലെ തന്നെ ഗിൽട്ടർ സ്റ്റിക്കർ, അതായത് ഗിൽട്ടർ ടേപ്പ്, അതുപോലെ തന്നെ ഫോയിൽ പേപ്പർ. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഗ്ലാസ് പെയിൻറ്റിങ്ങിൽ വേണ്ടത്. അപ്പോൾ അതൊക്കെ ആ ഒരു മെറ്റീരിയൽ വാങ്ങി വെക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മളുടെ ഗ്ലാസ് പെയിൻറ്റിങ് ആണ്. ഫാബ്രിക് പെയിൻറ്റിങ് കഴിഞ്ഞു. ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ കൂടുതലായിട്ട് നമ്മൾ, അതായത് 2 കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡൊക്കെ ഉണ്ട്. ഒരു ഫ്ലവറിൽ തന്നെ 2 കളർ 2 ഷെയ്ഡ്സ് വരുന്ന രീതിയിൽ ചെയ്യുന്നത്, അത് നമുക്ക് പഠിക്കാം. ഇപ്പം നമുക്ക് ഈ ഒരു ഇത്രയും ഒരു 7 ക്ലാസ്സായി, ഏകദേശം 7 ക്ലാസ്സായി. അപ്പോൾ ഈ ഒരു 7 ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് ഇനി ഗ്ലാസ് പെയിൻറ്റിങ്ങും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഉള്ള ഒരു, നമ്മളുടെ എംബ്രോയ്ഡറിയിൽ ബാലൻസ് ഒരു 2 ക്ലാസ് ഉണ്ടായിരുന്നു. ഫ്ലാറ്റ് സീക്വൻസിൻ്റെയും അതുപോലെ തന്നെ ആരി വർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ചിൻ്റെ ക്ലാസ്സും. അപ്പോൾ ആ ഒരു ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കടക്കാം. സ്റ്റിച്ചിങ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആയി. കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് നമുക്ക് ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട്, എബ്രോഡ് ആയതുകൊണ്ട് മാത്രം ഈ ഒരു ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ് ഇട്ടത് കേട്ടോ. എനിക്ക് മെറ്റീരിയൽ മീൻസ് സ്റ്റിച്ചിങ് നമുക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ നമുക്കിതാ നമ്മുടെ പെയിൻറ്റ് മിക്സ് ചെയ്യാം. നമ്മൾ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞു. അപ്പോൾ പെയിൻറ്റ് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എല്ലാ പെയിൻറ്റിലും മീഡിയം ചേർക്കുന്നുണ്ട്. മീഡിയം ചേർത്തിട്ട് നല്ല രീതിയിൽ ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ. നമ്മളുടെ ആ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ വേറെ വേറെ കളർ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു ഞാൻ ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഫില്ലിങ്ങിന് എടുത്തത്. അതായത് ഇടയിൽ മോനെണിച്ച്, മോനെ വീണ്ടും ഉറക്കാനായിട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെയിൻറ്റ് കുറച്ച് ഡ്രൈ ആയി, ഉണങ്ങിപ്പോയി. അപ്പോൾ വീണ്ടും കുറച്ച് കൂടുതൽ മീഡിയം ചേർക്കേണ്ടി വന്നു. അപ്പോൾ ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല. ആ ഒരു റൗണ്ട് കൂടുതലുള്ള ആ ഒരു നമ്മുടെ റെഡ് വയലറ്റിൽ മാത്രമാണ് പ്രശ്നമായത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം മിക്സ് ചെയ്തെടുക്കാം. എല്ലാത്തിലും മീഡിയം ചേർക്കുക. മിക്സ് നല്ലപോലെ ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ മതി, ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തിക്നെസ് കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി മീഡിയം ചേർത്തിട്ട് അത് മിക്സ് ചെയ്യാം. എന്നതിന് ശേഷം മാത്രം പെയിൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും മിക്സ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കൊക്കെ നല്ല പോലെ അറിയായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോ വെറുതെ വലിച്ചു നീട്ടണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം റെഡ് ഓറഞ്ച് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മോൻ വന്ന് അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് ആൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും ഇത്രയും ചെയ്തത് കാരണം ഇനി വൈകിക്കഴിഞ്ഞാൽ പെയിൻറ്റ് ഫുള്ളും ഡ്രൈ ആവും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവനെ വെച്ചിട്ട് തന്നെ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ ഇരുന്നത്. അവനെ അടുത്തിരുത്തി അവന് കുറച്ച് എൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവൻ്റെ കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട. എൻ്റെ മെറ്റീരിയൽസോ അല്ലെങ്കിൽ എൻ്റെ ബ്രഷോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതും കൊണ്ട് അങ്ങനെ കളിച്ചോളൂ. അപ്പോൾ അതിനൊക്കെ കേട് വരുത്താൻ ഭയങ്കര അതാണ്. അപ്പോൾ പെയിൻറ്റൊക്കെ എടുത്ത് ഫുള്ള് ഏറെ ഒക്കെ ആയിരുന്നു, ഫുള്ള് എറിയലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് റെഡ് ഓറഞ്ചാണ്. നമ്മൾ റെഡ് വയലറ്റ് കൊടുത്ത ആ ഒരു ഔട്ട്ലൈൻ കൊടുത്തതിലാണ് നമ്മൾ റെഡ് ഓറഞ്ച് യൂസ് ചെയ്തത്. നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ലൈനിൽ ടച്ച് ചെയ്യാതെ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ
ഫില്ല് ചെയ്യാനും നിങ്ങൾക്കറിയാം. ഫില്ല് ചെയ്യാനും ഞാൻ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ അതും വലിച്ചു നിന്നിട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ 6 കളറ് ക്രിയേറ്റ് ചെയ്തു. പ്രൈമറി അതായത് 3 കളറ് യൂസ് ചെയ്തിട്ട് 6 കളറ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ 6 കളറ് യൂസ് ചെയ്തിട്ടും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെ ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് മീഡിയം ചേർക്കാതെ ആ ഒരു തിക്നെസ്സോടു കൂടി തന്നെ ഔട്ട്ലൈൻ ചെയ്യുക. ശേഷം മീഡിയം ചേർത്ത് ഡയലൂട്ട് ചെയ്തതിന് ശേഷം, അതായത് തിക്നെസ് കുറച്ചതിന് ശേഷം ഫില്ലിങ് ചെയ്യുക. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ മിക്സിങ്ങിൻ്റെ കാര്യത്തിലും കുറച്ച് ശ്രദ്ധിക്കണം. അത് ഞാൻ വ്യക്തമായിട്ട് അവിടെ എഴുതി കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പെയിൻറ്റ് ചെയ്യാനിരിക്കുക. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് എന്നോട് ചോദിച്ചാൽ മതി. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഗ്രൂപ്പിൽ ചോദിക്കാൻ മടിയാണെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഒരുപാട് പേര് ഗ്രൂപ്പിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ മടിയായിട്ടിരിക്കുന്നവരുണ്ട്. കാരണം നമ്മളുടെ 76ാമത്തെ ക്ലാസ്സായി. അപ്പോൾ നമ്മൾ ഇത്ര എത്തിയില്ലല്ലോ. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ക്ലാസ് കാണുക. അപ്പോൾ ഈ ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന സമയത്ത് ആദ്യം മുതൽ ചെയ്യുമ്പോൾ ആദ്യം മുതൽ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒരു കുറവായിട്ടോ കുറ്റമായിട്ടോ കാണരുത്. നിങ്ങൾ ചെയ്ത വർക്ക് അത് എത്ര മോശമാണെങ്കിലും നല്ലതാണെങ്കിലും എങ്ങനെയുള്ളതാണെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും അഥവാ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണ്, എല്ലാവരും കാണും, മടിയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് അയച്ചു തരിക. പേഴ്സണലായിട്ട് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാമെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ പോയി പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ചെയ്ത എല്ലാ വർക്കുകളും എല്ലാം ശരിയാവണമെന്നില്ലല്ലോ. ഇപ്പോൾ എല്ലാം അറിയുന്ന ഒരാളാണെങ്കിലും അറിയാത്ത ഒരാളാണെങ്കിലും നമ്മൾ മിസ്സിനോട് പറഞ്ഞ് അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരിക. അപ്പോൾ ഞാനും അത് തന്നെയാണ് ആ ഒരു ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ വർക്കുകൾ പോസ്റ്റ് ചെയ്യുക. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും. അപ്പം തന്നെ കാണുകയാണെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും. ഞാൻ എപ്പോഴാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്ത്, എനിക്ക് ആ ഗ്രൂപ്പിൽ കയറാൻ പറ്റുന്ന സമയത്ത് ഞാനത് ഫുള്ള് ആരുടെ വർക്കാണെങ്കിലും അതിനുള്ള റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട്. ഇന്ന് വരയ്ക്കും ഒരു കമൻറ്റിനോ അല്ലെങ്കിൽ ഒരു മെസ്സേജിനോ റിപ്ലൈ കൊടുക്കാതെ ഇരുന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ അതിൽ ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ വർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തുകയാണെങ്കിൽ, അതായത് നമുക്കറിയില്ല, നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയില്ല അതിലെന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളൂ. അതൊരാൾ കാണുമ്പോഴായിരിക്കും മിസ്റ്റേക്കുകൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എത്ര വലിയ വർക്കാണെങ്കിലും ചെറിയ വർക്കാണെങ്കിലും നിങ്ങൾ ചെയ്തല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. ഈ ഒരു ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ചെയ്യാൻ കാണിച്ച മനസ്സ് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരു മടിയും കൂടാതെ തന്നെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് തീർത്തിട്ട് വരാം. അപ്പോൾ ഫില്ല് ചെയ്യാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് വരാം. ഓരോരോ കളറും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു ക്ലാസ് വലിച്ചു നീട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞാൻ എപ്പോഴും റിപ്പീറ്റ് അടിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സാണ്. ആർക്ക് വേണമെങ്കിലും കാണാം, ആർക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഇതിന് ഏജോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ ഒരു പ്രശ്നമല്ല. പഠിക്കാൻ താല്പര്യം ഉണ്ടായാൽ മാത്രം മതി. എത്ര വയസ്സാണെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മളുടെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ന് പറയുന്ന ഏജായിട്ടുള്ള ആൾക്കാരുണ്ട്, ഏജ് കുറവായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പഠിക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായാൽ മാത്രം, നിങ്ങളതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തിയാൽ മാത്രം മതി. ആർക്ക് വേണമെങ്കിലും പഠിക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖലയാണ് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞ മേഖല. അതിൽ തന്നെ നമ്മളുടെ സിലബസ് എന്ന് പറയുന്നത് എംബ്രോയ്ഡറി ബേസിക് ആയിട്ടുള്ള ക്ലാസ് മുതലുണ്ട്. സ്റ്റിച്ചിങ്, മെഷർമെൻറ്റ്, കട്ടിങ്, സ്റ്റിച്ചിങ്, ഈ ഒരു 3 ക്ലാസ്സും, അതായത് 3 ടൈപ്പ്. അതായത് നമ്മളിപ്പോൾ ആദ്യം മെഷർമെൻറ്റ്, കട്ടിങ് ഒരു വീഡിയോ ആയിട്ട് ഒരു ക്ലാസ് ആയിട്ട് ഇട്ടു. അതിന് ശേഷം സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ബേസിക് അറ്റാച്ച്മെൻറ്റ്സ് മുതൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കും, അതായത് ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള ബട്ടൺ വെക്കാനും, അതുപോലെ ഹുക്ക് വെക്കാനും, ഹുക്കിൻ്റെ ഐ വെക്കാനും, അതുപോലെ തന്നെ നെക്ക് ഫിനിഷ് ചെയ്യാൻ, സിപ്പ് വെക്കാൻ, പിന്നെ അതുപോലെ തന്നെ ഹെമ്മിങ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ സ്റ്റിച്ചിങ്ങിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ എംബ്രോയ്ഡറിയിൽ തന്നെ ബീഡ്സ് എംബ്രോയ്ഡറി, സീക്വൻസ് എംബ്രോയ്ഡറി, മെറ്റാലിക് ത്രെഡിൻ്റെ എംബ്രോയ്ഡറി, റിംജിം ത്രെഡിൻ്റെ എംബ്രോയ്ഡറി, മിറർ വർക്ക്, അതുപോലെ തന്നെ ഗ്ലാസ് പെയിൻറ്റിങ്, ഫാബ്രിക് പെയിൻറ്റിങ്, ആരി വർക്കിൻ്റെ ബേസിക്, അങ്ങനെ
ഇനിയും നീണ്ട് കിടക്കുകയാണ്. നമുക്ക് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു മേഖല എവിടെയും കടൽ പോലെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സിലബസ് ബേസ്ഡ് ഒരു 6 മന്തിൻ്റെ ഒരു കോഴ്സ് എങ്ങനെയാണ്, സിലബസ് ബേസ്ഡ് കോഴ്സ് എങ്ങനെയാണ്, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ് ഇപ്പോൾ നടന്നു പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഓരോ ട്രിക്സ്, ടിപ്സ്, അതുപോലെ തന്നെ പുതിയ മോഡൽസ്, ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ആണെങ്കിലും എംബ്രോയ്ഡറി ആണെങ്കിലും ഹൂപ്പ് ആർട്ട്, അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇനിയും ഒരുപാട് പഠിക്കാൻ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ആ ഒരു ഇതിൽ അങ്ങനെ പോകുന്നത്. ആ ഒരു ഇതിൽ ഓരോ ക്ലാസ്സുകളും കറക്റ്റായിട്ട് കണ്ടിന്യൂ ആയിട്ട് പോകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇടയിൽ വേറെ ക്ലാസ് ഇടാം. പക്ഷേ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാത്ത ഒരാൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ് ഇടുന്നത്. അതായത് ആദ്യം മുതലേ പഠിക്കുന്ന ഒരാളെങ്ങനെയാണോ, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടാവും, ഡിസൈനിങ് പഠിച്ച ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എംബ്രോയ്ഡറി അറിയുന്ന ആൾക്കാരുണ്ടാവും, സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്കാരുണ്ടാവും. സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് എംബ്രോയ്ഡറി അറിയില്ല, എംബ്രോയ്ഡറി അറിയുന്നവർക്ക് സ്റ്റിച്ചിങ് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള ക്ലാസ് മുതൽ നമ്മൾ ആ ഒരു സിലബസ് ബേസ്ഡ് രീതിയിൽ തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയാൽ നമുക്ക് അടുത്ത ഓരോരോ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണോ പഠിക്കാനുള്ളത്, ടിപ്സ് എന്തൊക്കെയാണ്, ട്രിക്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഓരോരോ ക്ലാസ്സായിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങും കൂടെ ഉണ്ട്. ഈ ഒരു ഗ്ലാസ് പെയിൻറ്റിങ്ങും ആ ഒരു ബാലൻസുള്ള എംബ്രോയ്ഡറിയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ് ഉണ്ട്. സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് വലിയ ആൾക്കാരിൻ്റെയാണ്. അതായത് ഇതുവരെ നമ്മൾ കുട്ടികളുടെ ഫ്രോക്ക്, പെറ്റിക്കോട്ട്, നിക്കർ അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി പറയുന്നത് നൈറ്റി, ബ്ലൗസ്, അതുപോലെ തന്നെ അംബ്രല ഫ്രോക്ക്, അംബ്രല ടോപ്പ്, ചുരിദാറിൻ്റെ ടോപ്പ്, പാൻറ്റുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാൻറ്റ്, പലാസോ, പട്യാല, ചുടി, പിന്നെ സിഗരറ്റ് പാൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ചുരിദാറിൻ്റെ ടോപ്പ്, അതുപോലെ തന്നെ ഏലൻ ടോപ്പ്, അങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് ഇപ്പോൾ കുറച്ചും ഒരു 3-4 ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ചിങ് തുടരാം. അപ്പോൾ നമ്മളുടെ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ആ ഒരു ക്ലാസ് നമ്മളുടെ ഇന്നത്തോടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തത് ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് എല്ലാവരും വാങ്ങി വയ്ക്കുക. ഓക്കെ, നമ്മളുടെ പെയിൻറ്റിങ് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടി ഉള്ളൂ കേട്ടോ കംപ്ലീറ്റ് ആവാനായിട്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു പോർഷനിൽ ചെറുതായിട്ട് മീൻസ് ബ്രഷ് കഴുകിയിട്ട് പെട്ടെന്ന് യൂസ് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. ഞാൻ മോൻ അടുത്ത് തന്നെ ഉണ്ടാവും, കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് വേഗം തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റെഡ് ഓറഞ്ച്, യെല്ലോ ഓറഞ്ച്, റെഡ് വയലറ്റ്, ഇത് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് റെഡ് വയലറ്റ്, ഇത് ബ്ലൂ വയലറ്റ്, അതുപോലെ തന്നെ യെല്ലോ ഗ്രീൻ, ബ്ലൂ ഗ്രീൻ, അങ്ങനെ 6 ടൈപ്പ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് റെഡ് ഓറഞ്ച് ഫസ്റ്റ് കാണിക്കുന്നത്, പിന്നെ യെല്ലോ ഓറഞ്ച്, യെല്ലോ ഗ്രീൻ, ബ്ലൂ വയലറ്റ്, റെഡ് വയലറ്റ്. അപ്പോൾ ഇത്രയും 6 കളറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. പ്രൈമറി 3 കളർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 6 കളറുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യാം. ഫ്ലാറ്റ് ബ്രഷും അതുപോലെ തന്നെ പോയിൻറ്റ് ബ്രഷും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഫ്രെയിം, മോട്ടീഫ്, ഒരു ഗ്ലാസ്സിൽ വെള്ളം, അതുപോലെ തന്നെ അതായത് ബ്രഷ് തുടയ്ക്കാനായിട്ടൊരു ക്ലോത്തും. അപ്പോൾ ഇത്രയും കയ്യിൽ കരുതുക. അതുപോലെ തന്നെ പാലറ്റ്, നമ്മുടെ പെയിൻറ്റ് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ പാലറ്റ് എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ വേണം കേട്ടോ. അപ്പോൾ ആ ഒരു പോർഷനിൽ ചെറുതായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ വാട്ടർ കൊണ്ട് കഴുകി, അതായത് ബ്രഷ് കഴുകി കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ലപോലെ തുടച്ച് ഡ്രൈ ആക്കുക. അതിന് മറക്കരുത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തതുകൊണ്ടാണ്, ഞാൻ തന്നെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പാടില്ല. അപ്പോൾ അതാണ് നമ്മളുടെ ഫൈനൽ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നല്ല ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ് നമുക്ക് ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും മെറ്റീരിയൽ വാങ്ങി വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.